കേരളത്തിൽ ശബരിമലയായാലും ഗുരുവായൂരായാലും അതിൻ്റെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്നത് സർക്കാരാണ്, മതേതര സർക്കാരാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോടിക്കണക്കിന് രൂപ വസൂലാക്കാൻ വേണ്ടി ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതും സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ്. ശബരിമല ക്ഷേത്രത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ്, ക്രൗഡ് കൺട്രോളാണ്. അവിടെ ഇവിടെയും കാട്ടിലുമൊക്കെ തടഞ്ഞു നിർത്തിയിടുകയാണ്. ശബരിമലയിൽ അയ്യപ്പന്മാരെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ശക്തികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ക്ഷേത്രകാര്യങ്ങളിൽ സർക്കാർ ഇടപെടാൻ പാടില്ല എന്ന ശശി തരൂരിൻ്റെ അഭിപ്രായം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യാം. അയോധ്യയിൽ സർക്കാർ ഇടപെടുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഒന്ന്, അയോധ്യയിൽ സർക്കാരല്ല അവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്, അവിടെ സ്വതന്ത്ര പരമാധികാരമുള്ള ട്രസ്റ്റാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് ആ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നു. എല്ലാവരെയും അവിടുത്തെ ക്ഷേത്രപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സീതാറാം യെച്ചൂരി വരെ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ക്ഷണം സ്വീകരിച്ച് അതിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ വിഷയം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ന് ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും സർക്കാർ വരുത്തി വച്ചതാണ്. സർക്കാർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം. എന്തിനാണ് കേരളത്തിൻ്റെ ക്ഷേത്ര ഭരണത്തിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നാട് മതേതര രാഷ്ട്രമാണ്. ഒരു മതേതര സർക്കാർ എന്തിനാണ് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം നിയന്ത്രണവും ഇടപെടലും നടത്തുന്നത്? എന്തിനാണ്? ഇവിടുത്തെ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഭരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 26ാം ഖണ്ഡിക അനുസരിച്ച് എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ ആരാധനാലയങ്ങൾ സ്വതന്ത്രമായി ഭരിക്കുന്നതിന്, അതിൻ്റെ ഭരണനിർവഹണം നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് മാത്രം ഈ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത്? ശബരിമലയിൽ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല. എവിടെയൊക്കെ ആളുകൾ തിങ്ങിക്കൂടുന്നുണ്ടോ അവിടെയെല്ലാം ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, ആ മതവിശ്വാസികൾ ഒരുമിച്ച് എവിടെയെങ്കിലും തിങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്, അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. ശബരിമലയുടെ കാര്യത്തിൽ അത് ചെയ്യുന്നില്ല. മാത്രവുമല്ല, ഭരണത്തിൽ ഇടപെടുകയും ചെയ്യുന്നു. കേരളത്തിൽ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ അനാവശ്യമായി സർക്കാർ ഇടപെടുക മാത്രമല്ല, നിയന്ത്രിക്കുകയും ചെയ്യുകയാണ്. ക്ഷേത്ര ആചാര വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കാൻ ഒരു മതേതര സർക്കാരിന് എന്ത് അധികാരമാണുള്ളത്? മതവിഷയങ്ങളിൽ, ആചാര വിഷയങ്ങളിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതാത് ആരാധകരാണ്, ഓരോ ആരാധനയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളാണ്. പക്ഷേ കേരളത്തിൽ ഗവൺമെൻറ് ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ പിടിമുറുക്കുകയാണ്. ശശി തരൂരിന് ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം? ഈ കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഭരണം രാഷ്ട്രീയ വിമുക്തമാക്കണം, സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിമുക്തമാക്കണം എന്നുള്ള KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് മുഖ്യമന്ത്രി കരുണാകരൻ ഭരിക്കുമ്പോഴാണ്. ആ റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? കോൺഗ്രസ് സർക്കാരുകളെല്ലാം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ഉത്സാഹം കാട്ടിയവരാണ്. ആ കോൺഗ്രസ് അത് ചെയ്യുമ്പോൾ അതേക്കുറിച്ചുള്ള ശശി തരൂരിൻ്റെ അഭിപ്രായം എന്ത് എന്നും കൂടി വ്യക്തമാക്കേണ്ടതാണ്.